ഈ പാട്ടും ബഹളായിട്ടുമൊക്കെ പോണത് ടൂറിനൊന്നും അല്ല കേട്ടാ. നമ്മൾ സബ് ജില്ലയിൽ പോണേണ്. അപ്പോൾ സ്പോർട്സിന് വേണ്ടിയിട്ട് സ്പോർട്സിൻ്റെ സ്കൂളിൽ നമ്മൾ മത്സരത്തിന് പോണേണ്. അപ്പം റൈഹുവിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ ഓട്ടത്തിന്. അപ്പോൾ അവളെയും കൊണ്ട് പോകണമായിരുന്നു. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവൾക്ക് മരുന്നൊക്കെ കുടിക്കണമായിരുന്നു. ചുമയും പനിയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് വരണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് കൊണ്ടുവന്നേ ഉള്ളൂ. പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല എന്ന ഇതിൽ തന്നെയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ടീച്ചറാണ് കേട്ടോ. ടീച്ചർ ആകെ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുകയാണ്, ഇത്രയും കുട്ടികളും കാര്യങ്ങളും. പിന്നെ എൻ്റെ ഇവിടെ ഒരു സാറ് മാത്രമേ ഉള്ളൂ കേട്ടോ. പേരൻസിൽ ഞാനും വേറൊരാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മത്സരം തുടങ്ങിയായിരുന്നു. പിന്നെ എന്തു പറയാനാ, അവൾക്ക് കിട്ടിയില്ല. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. എന്നാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ വയ്യ ഗെയ്സ്, നടന്ന് തളർന്ന് റബ്ബേ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നടന്ന് ക്ഷീണിച്ചാ? അത് ക്ഷീണിക്കാത്ത? ക്ഷീണിച്ചില്ല, പക്ഷേ സ്കൂളിലെ വണ്ടിയിൽ നിന്ന് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികൾക്ക് പിന്നെയും മത്സരങ്ങളുണ്ട്. പിന്നെയും നല്ല ലേറ്റ് ആവും കേട്ടോ. അവൾക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നേരത്തെ വീട്ടിൽ വരാമെന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങിയതാണ്. കുറച്ച് നേരം നടന്നപ്പോഴാണ് ബസ് സ്റ്റോപ്പും കാര്യങ്ങളും കണ്ടുപിടിച്ചതും എത്തിയതും. പിന്നെ വെള്ളനാട് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 മണിയായേ എത്തിയപ്പോൾ. പിന്നെ ഫുഡെല്ലാം കഴിച്ചിരുന്നപ്പോൾ നല്ല മഴയായേ. ബസ് വന്നില്ല, കാത്തിരിക്കുന്നു. പിന്നെ ഒരുവിധം മഴ തുറന്ന് കുറേ നേരം കാത്തിരിപ്പിന് ശേഷമാണ് അടുത്ത ബസ് കിട്ടിയത്. അങ്ങനെ കാട്ടാക്കടയോട്ട് പോയി. കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ എത്തി. അവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറി അടുത്ത് നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇതൊക്കെയുള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.